പ്രിയ സുഹൃത്തുക്കളെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ എന്ന എൻ്റെ ചാനലിലൂടെ ഞാൻ അവതരിപ്പിക്കുന്ന നേര് പറഞ്ഞാൽ എന്ന പങ്ക്തിയിൽ ഒരു പുതിയ വിഷയം ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്നത് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചേർന്നുകൊണ്ടാണ്, CPM-ഉം CPI-യും. 1964 അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്ന് രൂപം കൊണ്ടതാണ് CPM-ഉം CPI-യും. അങ്ങനെ രണ്ട് പാർട്ടികളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോയപ്പോൾ CPI എന്ന പാർട്ടിക്കകത്ത് ആ കാലത്ത് ആദർശ ശുദ്ധിയും ലളിത ജീവിതവും ഒക്കെ നയിച്ചിരുന്ന നേതാക്കന്മാർ ഒരുമിച്ച് നിൽക്കുകയുണ്ടായി. CPM-ൽ മറ്റു നേതാക്കളും ഒരുമിച്ച് പോയി. എന്നാൽ CPM-നകത്താണ് അനുഭാവികൾ കൂടുതലായി ഉണ്ടായത്. അതുകൊണ്ടാണ് CPI CPM-ന് താഴെ നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായത്. എന്തായാലും 4 പതിറ്റാണ്ടിലധികമായി ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്കിടുമെങ്കിലും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഭരണകൂടത്തിന് തന്നെ പുതിയ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ട് CPI ചില ഉടക്ക് ഏർപ്പാടുകൾ നടത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്ന PM ശ്രീ പദ്ധതിക്ക് CPI-യെയോ അവരുടെ മന്ത്രിമാരെയോ കേൾക്കാതെ CPM-ൻ്റെ വിദ്യാഭ്യാസ മന്ത്രി അത് സംബന്ധിച്ച കരാറിൽ ഒപ്പിട്ടു എന്ന വിഷയത്തിലാണ് തർക്കം രൂക്ഷമായിരിക്കുന്നത്. CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വവും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തിയെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. മന്ത്രിസഭാ യോഗത്തിൽ നിന്നും സ്വന്തം മന്ത്രിമാരെ പിൻവലിക്കും എന്ന CPI-യുടെ ഒരു ഏകദേശ തീരുമാനം പുറത്തു വരുന്നുണ്ട്. പ്രതിഷേധം ശക്തമായി തുടരും എന്നും അടുത്ത മാസം ആദ്യം നടക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ കൃത്യമായ തീരുമാനം എടുക്കും എന്നാണ് സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ കേരളത്തിൽ ഇത് സംബന്ധിച്ച് പലതരത്തിലുള്ള ചർച്ചകളും ഊഹാപോഹങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. എത്രയൊക്കെ ശക്തമായ പ്രതിഷേധത്തിലേക്കും മുടക്കിലേക്കും പോയാലും CPI എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിലനിൽപ്പിന് ഈ മുന്നണിയിൽ തുടരുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ല. അവർക്ക് പിന്നെ ആശ്രയിക്കാവുന്നത് കോൺഗ്രസ് നയിക്കുന്ന UDF മുന്നണിയാണ്. അതിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നത് രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗാണ്. അവരെ തള്ളിപ്പറയുവാൻ കോൺഗ്രസ് ഒരിക്കലും തയ്യാറാവുകയില്ല. അപ്പോൾ ആ മുന്നണിയിലേക്ക് ചെന്നാൽ ഒരു മൂന്നാം സ്ഥാനക്കാരായി CPI മാറുന്ന ഗതികേട് ഉണ്ടാകും. മാത്രവുമല്ല, ഇത്തരത്തിലുള്ള ഒരു മാറ്റമോ ശക്തമായ തീരുമാനങ്ങളോ വഴി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നേരിട്ടുകൊണ്ട് പാർട്ടിയെ മുന്നോട്ട് നയിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള കാലം ഇനി ശേഷിക്കുന്നില്ല എന്നതാണ് വളരെ ഗുരുതരമായി CPI-ക്ക് മുന്നിൽ നിൽക്കുന്നത്. 2 ആഴ്ച കഴിഞ്ഞാൽ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. അതിനുശേഷം 4 മാസം കഴിഞ്ഞാൽ ആരാണ് അടുത്ത 5 വർഷം കേരളം ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും വരും. ഇതിനെയൊക്കെ നേരിടണമെങ്കിൽ ഏതെങ്കിലും മുന്നണിയിൽ ചാരി നിന്നുകൊണ്ട് CPI എന്ന പാർട്ടിക്ക് പ്രവർത്തകരെയും അണികളെയും ശക്തമായി നയിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയണം. അതൊരു മുന്നണി മാറ്റത്തിന് ഇടയാക്കിക്കൊണ്ട് പ്രവർത്തകരെയും അനുഭാവികളെയും അണികളെയും മാനസികമായി അതിനോട് യോജിപ്പിച്ച് ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ ഇനി സമയമില്ല. അതുകൊണ്ട് തന്നെ
നമുക്ക് ഉറപ്പിച്ചു പറയാം, CPI എത്ര ഉഗ്രപ്രതാപത്തോടുകൂടി പ്രതിഷേധം ഉയർത്തിയാലും ഇടതുമുന്നണി ബന്ധത്തിൽ നിന്നും അകലുന്നതിനുള്ള ഒരു സാധ്യതയും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. CPI ഇടതുമുന്നണിയിൽ തുടർന്നുകൊണ്ട് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട 2 തെരഞ്ഞെടുപ്പുകളെയും നേരിടും എന്നതാണ് വരാൻ പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം.